അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ എൻ്റെ കൊച്ചച്ഛൻ്റെ മോളുടെ കല്യാണ നിശ്ചയമാണ്, വിവാഹ നിശ്ചയമാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ചെല്ലണമെന്നൊക്കെ. അപ്പം ഞാൻ മാത്രമല്ല, മക്കൾ രണ്ടുപേരും ഉണ്ട്, പിന്നെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ്റെ കൊണ്ട് നൂത്തി വെച്ച് അങ്ങോട്ട് പോകുന്നുണ്ടോ. എല്ലാവരും അങ്ങ് നല്ല സ്പീഡിന് പോവുകയാണ്. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിലയ്ക്കാമുക്ക് ഒരു ആഡിറ്റോറിയത്തിൽ വെച്ചാണ് വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞു. വലിയ ചടങ്ങായിട്ടൊന്നും ഉണ്ടാവുമെന്ന് പറഞ്ഞില്ല, ചെറുതായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി കെട്ടി ബസ്സിലാണ് പോകുന്നത്. ബസ്സൊക്കെ കെട്ടി ഞങ്ങൾ ബസ്സിൽ കയറി. ബസ്സിലിരുന്നാണ് നമ്മൾ പോകുന്നത്. കുറേ നാളായി ബസ്സിലൊക്കെ കയറിയിട്ട്. അപ്പോൾ ബസ്സിലിരുന്ന് പോകുന്നതിൻ്റെ ഒരു ത്രില്ലൊക്കെ വേറെ തന്നെ കേട്ടോ. ഇങ്ങനെ ഇതേപോലെ വണ്ടിയിൽ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ സെറ്റായിട്ടങ്ങ് പോവുകയായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ നമുക്ക് അങ്ങനെ ഞങ്ങൾ നിലയ്ക്കാമുക്ക് ബസ് സ്റ്റോപ്പിൽ എത്തി. അവിടെ നിന്ന് അതുകൊണ്ട് ആ കാണുന്ന ഓഡിറ്റോറിയം കണ്ട, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള കുഞ്ഞൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നിശ്ചയം. അങ്ങനെ നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് അപ്പുറം ക്രോസ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ അവിടെ നിപ്പുണ്ട് എൻ്റെ കൊച്ചച്ഛനും കുഞ്ഞമ്മയും അവിടെ നിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ റോഡ് ക്രോസ് ചെയ്തു. ഇതാണ് എൻ്റെ കൊച്ചച്ഛനും ഇത് അച്ഛൻ്റെ അനിയനാണ്. അപ്പോൾ എൻ്റെ കൊച്ചച്ഛൻ, പിന്നെ ഇതെൻ്റെ കുഞ്ഞമ്മ. അവരെ മോള നിശ്ചയമാണ്. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം, കൊച്ചാസ് ഹൗസ് എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ. ആ ഓഡിറ്റോറിയത്തിലാണ് വെച്ചാണ് ഭയങ്കരമായിട്ട് വലിയ ഓഡിറ്റോറിയം ഒന്നും അല്ല കേട്ടോ, ചെറിയൊരു കുഞ്ഞ് ഓഡിറ്റോറിയമാണ്. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയത്തിൻ്റെ അകത്തെ കാഴ്ചകൾ. വലിയ ആർഭാടമൊന്നുമില്ല, ചെറിയ രീതിയിലാണ്. പെണ്ണിനും ചെക്കനും ഇരിക്കാനുള്ള ഒരു സീറ്റൊക്കെ റെഡിയാക്കി അവർ വൈറ്റ് റോസാപ്പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ ഇരിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ ചെറുക്കനും കൂട്ടരും എത്തിയിരിക്കുകയാണ്. ചെറുക്കനും പിന്നെ ചെറുക്കൻ്റെ സഹോദരി ഉണ്ടായിരുന്നു, അവരെ മക്കളുണ്ടായിരുന്നു, അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബന്ധുക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുക്കൻ ആദ്യമേ ഫസ്റ്റിലെ തന്നെ നമ്മുടെ ഈ കല്യാണ നിശ്ചയ മണ്ഡപത്തിലോട്ട് എത്തി. അത് കഴിഞ്ഞ് പിന്നെ പൂജാരിയൊക്കെ വന്നായിരുന്നു, പൂജ ചെയ്തു. പിന്നെ കൊച്ചച്ഛനും കുഞ്ഞമ്മയൊക്കെ വന്നു. അങ്ങനെ അവരും വന്നു. കുറേ എന്തൊക്കെ ഉണ്ടായിരുന്നു, പൂജ പോലെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും അവരുടെ അച്ഛനമ്മയുടെയും അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിച്ചു. അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. ഇപ്പോൾ എത്ര ന്യൂജനെന്ന് പറഞ്ഞാലും ആ ഒരു ചടങ്ങിന് മാത്രം ഒരു വ്യത്യാസം വരില്ല. പിന്നെ അവരെ മോതിരം മാറ്റൽ ചടങ്ങ് നടന്ന് നമുക്കൊന്നും വീഡിയോ അധികം എടുക്കാൻ പറ്റിയില്ല. ഞാൻ തന്നെ ഇത് ഓവറായിട്ട് സൂമിങ് ചെയ്ത് എടുക്കുന്നതാണ്. എന്താണ്ട് ഈ 2 ക്യാമറമാന്മാരില്ലേ, പക്ഷെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ടോ അങ്ങേര് കൈവിരലിൻ്റെയൊക്കെ സൂമിങ് ചെയ്തൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അയ്യോ, അത് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. മൊത്തം ഇത്രയും മൂട്ടിപ്പോയത് വീഡിയോ എടുത്തതിൻ്റെതൊക്കെ നല്ല നടക്കണ്ട. സൂമിങ് ചെയ്തതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഫോട്ടോസ് സൂമിങ് ചെയ്ത് വീഡിയോസൊക്കെ എടുക്കുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അവരൊക്കെ ഇട്ടിരുന്ന ചെയറിൽ, അതും നമുക്കങ്ങനെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു 2 ക്യാമറമാന്മാരേ ഉണ്ടായിരുന്നുള്ളൂ. അവർ 2 പേര് അതിൻ്റെ അവരെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വലുതായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അച്ഛന്മാർ എന്ന് വെച്ചാൽ ചെറുക്കൻ്റെ അച്ഛനും നമ്മുടെ കൊച്ചച്ഛനും കൂടി 2 പേരും പരസ്പരം ഗൃഹനില മാറി കല്യാണത്തിൻ്റെ ഡേറ്റ് അവർ അറിയിച്ചു. നമ്മളധികം ശ്രദ്ധിച്ചില്ല, ഡേറ്റ് അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫങ്ഷനൊക്കെ സെറ്റായി. 2 പേരും കൈയെടുത്ത്
ഒരു എന്താ പറയുക, അതങ്ങനെ മംഗളമാക്കി. അങ്ങനെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പെണ്ണും ചെക്കനുമായിട്ടുള്ള ഫോട്ടോഷൂട്ടും വീഡിയോസും എല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു. ഇതാണ് ചെക്കൻ്റെ ഫാമിലി കേട്ടോ. അമ്മയും അച്ഛനും പിന്നെ സഹോദരി, അവരെ മക്കള്, അങ്ങനെ അങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. നമ്മളങ്ങനെ അധികം ചെന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നില്ല കേട്ടോ. അവർ ഫോട്ടോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളങ്ങനെ ഒരു സൈഡിൽ കൂടി സെറ്റാക്കി. അപ്പോൾ അവരുടെ ആ ചടങ്ങെല്ലാം കഴിഞ്ഞു. നമ്മൾ ഈ ചടങ്ങിലോട്ട് കടന്നിരിക്കുകയാണ്. സദ്യയായിരുന്നു. 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. ഇഞ്ചി, നാരങ്ങ, മാങ്ങാച്ചാറ്, തോരൻ, പച്ചടി, പിന്നെ ചമ്മന്തിപ്പൊടി, പിന്നെ അവിയൽ, ചോറ്, സാമ്പാർ, പരിപ്പ്, പിന്നെ ഉപ്പേരിയും ചിപ്സൊക്കെ ഉണ്ടായിരുന്നു. പഴമുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അങ്ങനെ അകത്തോട്ടാക്കി അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, സെറ്റായി. നമ്മളങ്ങനെ ചെറുക്കനോടും പെണ്ണിനോടും യാത്ര പറഞ്ഞു. പിന്നെ കൊച്ചച്ഛൻ ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത പന്തിക്ക് ആളൊക്കെ ഇരുന്നു. അപ്പോൾ ഒരുപാട് സ്വന്തക്കാരെയൊക്കെ കണ്ടായിരുന്നു. അവരെയൊന്നും വീഡിയോ അധികം എടുക്കാൻ പറ്റിയില്ല. മൂത്തച്ഛൻ ഉണ്ടായിരുന്നു, മൂത്തയമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഇറങ്ങി. യാത്രയൊക്കെ കൊച്ചച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എത്രയുള്ളൂ. ബൈ.